aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തിൽ സുനിശ്ചിതമായ കാര്യമാണ് മരണം എന്നുള്ളത്. നാം മരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും മരിക്കും. എത്ര ധനവാനായാലും എത്ര ഉന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണെങ്കിലും മരണം ഏതു നിമിഷവും നമ്മെ പിടികൂടാം. എന്നാൽ മരണത്തിന് മുൻപ് ചെയ്യേണ്ടതായ ചില ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, യേശുവിനെ ഹൃദയത്തിൽ ക്ഷണിക്കുക എന്നുള്ളതാണ്. യേശു ഗലീലായിലെ കനാവിൽ വന്നപ്പോൾ രോഗിയായ മകനുള്ള ഒരു രാജഭൃത്യൻ കഫർന്നഹൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദ്യ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ടു. അവന്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്നു അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 47-ാമത് വചനം. തൻ്റെ മകനെ സൗഖ്യമാക്കുവാൻ യേശു തൻ്റെ വീട്ടിൽ വരണമെന്ന് രാജഭൃത്യൻ ആഗ്രഹിച്ചു. എത്ര ധനം സമ്പാദിച്ചാലും മക്കൾക്ക് എത്ര വിദ്യാഭ്യാസം നൽകിയാലും അവരുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ നൽകിയില്ലെങ്കിൽ അവർ മരിച്ചവരെ പോലെയാണ്. അവർക്ക് ആന്തരിക സൗഖ്യം വേണമെങ്കിൽ കർത്താവിനെ ശാരീരികമാകുന്ന ഭവനത്തിലേക്ക് നാം ക്ഷണിച്ചേ മതിയാവുകയുള്ളൂ. 2, നാം ലോകത്തിൽ നിന്നും വിടവാങ്ങുന്നതിന് മുൻപ് മാതാപിതാക്കന്മാരുടെ ചെറിയ ആഗ്രഹങ്ങൾ നാം സാധിപ്പിക്കണം. ഇസഹാക്ക് തൻ്റെ മൂത്ത മകനോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ മരണ ദിവസം അറിയുന്നതുമില്ല. നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്ക് ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കി ഞാൻ മരിക്കും മുമ്പ് തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് നാം ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന അപ്പൻ്റെ ചെറിയ ആഗ്രഹം സാധിപ്പിക്കാൻ ഏശാവ് കാട്ടിൽ പോകുന്നു. വാർദ്ധക്യകാലത്ത് മാതാപിതാക്കന്മാർക്ക് പുറത്തു പോകാനോ അവരുടെ ചെറിയ കാര്യങ്ങൾ നടത്തുവാനോ സാധിക്കുകയില്ല. അവരുടെ ചെറിയ ആഗ്രഹങ്ങൾക്ക് വില കൽപ്പിക്കാതെ ഇരിക്കരുത്. അവർ മരിച്ചതിന് ശേഷം വില കൂടിയ ശവമഞ്ചം വാങ്ങിയത് കൊണ്ടോ ആർഭാടമായി ശവസംസ്കാരം നടത്തിയത് കൊണ്ടോ കാര്യമില്ല. മാതാപിതാക്കൾ മരിക്കും മുൻപ് അവരുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ച് കൊടുക്കണം. അവർ ദേവാലയത്തിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് നോക്കാതെ അവരുടെ ചെറിയ ആഗ്രഹങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും നാം വിധേയപ്പെടണം. മാതാപിതാക്കളുടെ ആരോഗ്യം നശിക്കുമ്പോൾ, കണ്ണിൻ്റെ കാഴ്ച മങ്ങുമ്പോൾ, കൈകാലുകൾ തളരുമ്പോൾ അവരെ തള്ളിക്കളയരുത്. അവരെ ബഹുമാനിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വാഗ്ദത്തമാണ് ദീർഘായുസ്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസുള്ളവനാകേണ്ടതിന് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്ന് പുറപ്പാട് പുസ്തകം 20-12 നാം വായിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രഹകാര്യം ക്രമീകരിക്കുക. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ ശിയാപ്രവാചകൻ അവന്റെ അടുക്കൽ വന്നു അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. യെശയ്യാവ് 38-ാമത് വചനം. ഹിസ്കിയാവ് മരിക്കുന്നതിന് മുൻപ് യെശയ്യാവ് വന്നു പറയുകയാണ് ഗ്രഹകാര്യം ക്രമീകരിക്കുവാൻ. പലരും നാട്ടുകാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട്. അവരൻ്റെ കാര്യത്തിൽ അത്യുത്സാഹം കാണിക്കുന്ന ചിലർ വീട്ടുകാര്യങ്ങളിൽ തീരെ ശ്രദ്ധാലുക്കളല്ല. ഭാര്യമാരുടെ കാര്യങ്ങളോ മക്കളുടെ പ്രശ്നങ്ങളോ
അവർ അന്വേഷിക്കാറില്ല. നമ്മുടെ പൂർവ്വപിതാക്കൾ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിൽ ശ്രദ്ധാലുക്കളായിരുന്നു. അവർ ഗ്രഹകാര്യം ശരിയായി ക്രമീകരിച്ചവരായിരുന്നു. അതിനാൽ അങ്ങനെയുള്ളവരുടെ മക്കൾ മേശയ്ക്ക് ചുറ്റുമുള്ള ഒലിവ് തൈ പോലെ ആയിരുന്നു. ഒലിവ് തൈകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവയ്ക്ക് ഒറ്റയ്ക്ക് ശക്തിയോടെ വളരാനുള്ള കഴിവുണ്ട്. ദൈവാശ്രയമില്ലാതെ വളരുന്നവർ പ്രതിസന്ധികളിൽ വീണു പോകും. 4. മരിക്കുന്നതിന് മുൻപ് നഷ്ടപ്പെട്ട ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണം. ജോസഫ് സഹോദരങ്ങളോട് വൈരാഗ്യം വച്ച് പുലർത്തിയില്ല. സഹോദരങ്ങളോട് ക്ഷമിച്ചു. അപ്പനെ കൊണ്ടുവരുവാൻ രഥം കൊടുത്തയച്ചു. ജോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവരോട് പറഞ്ഞു. തന്നെ കയറ്റി കൊണ്ടുപോകുവാൻ ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എൻ്റെ മകൻ ജോസഫ് ജീവനോടിരിക്കുന്നു. ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണും എന്ന് ഇസ്രായേൽ പറഞ്ഞു എന്ന് ഉൽപ്പത്തി പുസ്തകം 45-27-28 വാക്യങ്ങൾ നാം വായിക്കുന്നു. ജോസഫ് എല്ലാവരുമായി അനുരഞ്ജനത്തിലായി. ഇന്ന് പ്രായമേറിയ മാതാപിതാക്കളോട് സംസാരിക്കാത്ത മക്കളുണ്ട്. സഹോദരിയോടും സഹോദരനോടും വർഷങ്ങളായി മിണ്ടാത്തവരുണ്ട്. ഈ ലോകത്തിൽ ഒരു നിമിഷം പോലും നമ്മുടെ സ്വന്തമെന്ന് പറയാൻ പറ്റില്ല. ഏത് നിമിഷത്തിലും നാം മാറ്റപ്പെടാം. മരിക്കുന്നതിന് മുൻപ് സകല സൗഹൃദങ്ങളും നാം പുനഃസ്ഥാപിക്കണം. ജീവിതത്തിന്റെ അവസാനം എപ്പോഴും അറിയുകയില്ല. മനസ്സിൽ വൈരാഗ്യമുള്ളവർക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധ്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ നാം ചെയ്യേണ്ടതായ കടമകൾ ഉത്തരവാദിത്തത്തോടെ നിറവേറ്റി ദൈവരാജ്യത്തിന് അവകാശികളായി നാം മാറണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.